ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആഗമനകാലം 4-ാം ഞായറിൽ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്ക 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ആഗമനകാലം 4-ാം ഞായറായ ഇന്ന് സുവാർത്തയുടെ 3-ാമത്തെ വിളംബരം സഭ വിശ്വാസികളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ആഗമനകാലം 2-ാം ഞായർ മർക്കോസ് സുവിശേഷകൻ സ്നാപയോഹന്നാനിലൂടെ യേശുവിൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള സുവാർത്ത പ്രഘോഷിച്ചു. ആഗമനകാലം 3-ാം ഞായർ യോഹന്നാൻ സുവിശേഷകൻ സ്നാപയോഹന്നാൻ യേശുവിന് സാക്ഷ്യം നൽകുന്ന സുവാർത്ത പ്രഘോഷിക്കുകയും ചെയ്തു. ഇന്നാകട്ടെ യേശുവിൻ്റെ ജനനത്തെ സംബന്ധിക്കുന്ന സുവാർത്ത ലൂക്ക സുവിശേഷകൻ നൽകുന്നു. മാലാഖ സദ്വാർത്ത അറിയിക്കാൻ ഒരു കന്യകയുടെ അടുക്കൽ വരികയാണ്. ദൈവത്തിൻ്റെ സന്ദേശവാഹകരാണ് മാലാഖമാർ. വിശുദ്ധ ഗ്രന്ഥം 3 പ്രധാന മാലാഖമാരുടെ പേരുകൾ അടയാളപ്പെടുത്തുന്നുണ്ട്: മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ. ഇവിടെ സദ്വാർത്തയുമായി വരുന്നത് ഗബ്രിയേൽ മാലാഖയാണ്. ഗബ്രിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എൻ്റെ ശക്തി, ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത് എന്നതാണ്. ഗബ്രിയേൽ മാലാഖ ദൈവത്തിൻ്റെ സന്ദേശം മറിയത്തിന് കൈമാറുന്ന വേളയിൽ മറിയം ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ ഏകപുത്രൻ്റെ അമ്മയായി മാറുന്നു. മറിയം ഒരു സാധാരണ കുടുംബ അന്തരീക്ഷത്തിൽ പരിപാലിക്കപ്പെട്ട ഒരു കന്യകയാണ്. പുരുഷ പ്രാധാന്യമുള്ള ഒരു സംസ്കാരത്തിൽ പുറം ലോകവുമായി അധികം ബന്ധപ്പെടാതെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ പരിരക്ഷിക്കപ്പെട്ട ഒരു യുവതിയാണ് മറിയം. മറിയത്തിൻ്റെ കുടുംബം സ്ഥിതി ചെയ്തിരുന്നത് നസ്രത്ത് എന്ന പട്ടണത്തിലാണ്. ദേശത്തെ മറ്റ് പട്ടണങ്ങളെക്കാൾ ഏറെ മേന്മയൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു സാധാരണ പട്ടണമാണ് നസ്രത്ത്. ലൂക്കായെ സംബന്ധിച്ചിടത്തോളം മംഗള വാർത്തയുടെ പ്രഖ്യാപനം പുരോഹിതഗണം അധിവസിക്കുന്ന ജെറുസലേം മഹാനഗരത്തിലല്ല, സാധാരണ ജനങ്ങൾ പാർത്തിരുന്ന ചെറു പട്ടണത്തിലാണ്. ജെറുസലേം നഗരവുമായോ പുരോഹിതരുമായോ ഏറെ ബന്ധമൊന്നുമില്ലാത്ത തികച്ചും അപ്രതീക്ഷിതമായ കുടുംബത്തിലെ ഒരു കന്യകയാണ് മംഗളവാർത്തയുടെ സ്വീകർത്താവ്. അപ്രകാരം സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ യേശുവിൻ്റെ സാമൂഹിക ബന്ധം ഏറ്റവും താഴെക്കിടയിലുള്ള മനുഷ്യരുമായിട്ടായിരിക്കുമെന്ന വ്യക്തമായൊരു സൂചന ലൂക്ക വെളിപ്പെടുത്തുന്നു. മാലാഖ മറിയത്തെ സമീപിച്ച് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന് അരുൾ ചെയ്യുന്നു. ഇവിടെ മാലാഖ അരുൾ ചെയ്യുന്ന വചനം പഴയ നിയമത്തിലെ സാമുവേലിന്റെ മാതാവായ ഹന്നയുടെ വാക്കുകളെ പ്രതിധ്വനിപ്പിക്കുകയാണ്. ഈ ദാസിക്ക് അങ്ങയുടെ കൃപാ കടാക്ഷം ഉണ്ടാകട്ടെ. സാമുവേലിന്റെ ഗ്രന്ഥത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ഇസ്രായേലിലെ ന്യായാധിപന്മാർക്ക് നൽകപ്പെട്ട അധികാരത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഉറപ്പും ഈ വാക്കുകളിൽ പ്രകടമാകുന്നുണ്ട്. കർത്താവ് നിന്നോട് കൂടെ, അതാണ് ഈ ഉറപ്പ് പ്രകടമാക്കുന്നത്. മത്തായി സുവിശേഷകൻ ജീവിക്കുവാനിരിക്കുന്ന ദൈവപുത്രൻ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് രേഖപ്പെടുത്തുമ്പോൾ മാലാഖയുടെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന ആശയം തന്നെയാണ് നൽകുന്നത്. മാലാഖയുടെ അഭിസംബോധന പ്രകാരം മറിയം ദൈവകൃപ നിറഞ്ഞവളാണ്. ഭേദപ്പെട്ട ജീവിത നിലവാരവും സാമ്പത്തിക ഭദ്രതയും ആരോഗ്യവും ദൈവകൃപയുടെ അടയാളങ്ങളായി വിലമതിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ മറിയം എപ്രകാരമാണ് കൃപ നിറഞ്ഞവളായി മാറുന്നത്? വിവാഹിതയാകുന്നതിന് മുൻപ് തന്നെ ഗർഭിണിയാവുകയും
ജന്മം നൽകിയ കുഞ്ഞ് ഒടുവിൽ ഒരു കുറ്റവാളിയെ പോലെ തൂക്കിലേറ്റപ്പെടുകയും ചെയ്യുന്ന വിചിത്രമായ കൃപയാണോ മറിയത്തെ കാത്തിരിക്കുന്നത്? മറിയത്തിന് ലഭിച്ച കൃപയുടെ ശരിയായ സ്വഭാവം കണ്ടെത്താൻ ഈ സുവിശേഷ ഭാഗത്തിന്റെ അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. മാലാഹ തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ട സന്ദേശത്തിന്റെ കൈമാറ്റം വിജയകരമായി പൂർത്തിയാക്കി മടങ്ങിപ്പോകുന്നു. എന്നാൽ മംഗളവാർത്ത അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന പ്രത്യുത്തരത്തിലൂടെയാണ്. ദൈവവചനത്തിന്റെ അനുസരണത്തിലൂടെയാണ് മറിയം ദൈവകൃപ നിറഞ്ഞവളായി മാറുന്നതെന്ന് ഇവിടെ സുവ്യക്തമാണ്. സുവിശേഷത്തിൽ ഉടനീളം ദൈവവചനത്തോട് സഹകരിക്കുന്ന വ്യക്തിത്വമായി മറിയം നിലകൊള്ളുന്നുണ്ട്. ലൂക്കാ സുവിശേഷത്തിന്റെ കേന്ദ്രമായി നിലകൊള്ളുന്ന വചനഭാഗം ഇതാണ്: ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. ഈ പ്രഖ്യാപനം, യേശുവിൻ്റെ ഈ പ്രഖ്യാപനം ആദ്യമായി പൂർത്തീകരിക്കപ്പെടുന്നത് മറിയത്തിലാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ഒരു സാധാരണ ചുറ്റുപാടിലാണെന്നതും ദൈവവചനത്തോടുള്ള മറിയത്തിൻ്റെ അനുസരണമാണ് അവളെ ദൈവകൃപ നിറഞ്ഞവളായി തീർക്കുന്നതെന്നും മംഗളവാർത്തയിൽ ഉണ്ടെങ്കിലും ജനിക്കാനിരിക്കുന്ന ശിശുവിനെ കുറിച്ചുള്ള ദർശനമാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്നത്. ജനിക്കാനിരിക്കുന്ന ശിശു സർവ്വ അധികാരവും മഹത്വവും കൈയാളുന്ന അത്യുന്നതന്റെ പുത്രനായിരിക്കുമെന്നാണ് ഇവിടെ ലഭിക്കുന്ന വാഗ്ദാനം. വാഗ്ദാനം ചെയ്യപ്പെടുന്ന ശിശു ദാവീദ് വംശജനായ ക്രിസ്തുവോ ദാവീദ് പുത്രനോ മാത്രമല്ല, ദൈവപുത്രനാണ്. ജനിക്കാൻ പോകുന്ന ശിശു ദൈവപുത്രനാണെന്നും വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവിന്റെ അത്യുന്നതന്റെ ശക്തിയാൽ ജനിക്കുന്ന കുഞ്ഞ് പരിശുദ്ധനും ദൈവപുത്രനുമായിരിക്കും. ദൈവസേവനത്തിനായി അവൻ നിയോഗിക്കപ്പെടുകയും ചെയ്യും. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ബഹുമാനം തീർച്ചയായും ക്ഷണികമാണ്. എന്നാൽ വിമർശനങ്ങൾക്കിടയിലും ദൈവത്തിന്റെ മഹത്വം എന്നേക്കുമായി നിലകൊള്ളുന്നു. മറിയം തൻ്റെ ജീവിതത്തിൽ ദൈവഹിതം അംഗീകരിച്ചു. അവൾ അത് പ്രഖ്യാപിച്ചു. അവൾ തൻ്റെ ഭാവി ദൈവപിതാവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. ഇന്നത്തെ മാറിക്കൊണ്ടിരിക്കുന്ന ഫാഷനുകളുടെയും ഫാൻസികളുടെയും നടുവിൽ ശരിയായ ക്രൈസ്തവരായി ഉറച്ചു നിൽക്കുവാൻ മറിയത്തിൻ്റെ മാതൃക നമ്മെ പ്രചോദിപ്പിക്കണം. ഓർക്കുക, മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മെ മുറിപ്പെടുത്തിയേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മെ ജ്വലിപ്പിക്കുന്നു. നമ്മിലുള്ള ദിവ്യ അഗ്നിക്ക് മറ്റുള്ളവർ നമ്മിലേക്ക് അയക്കുന്ന അസ്ത്രങ്ങളെ ചെറുക്കുവാൻ കഴിയും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.